മലപ്പുറം കൊണ്ടോട്ടി നീറാട് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് മധ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ കെഎസ്ഇബിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് കെഎസ്ഇബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ബന്ധുക്കളും ആരോപിച്ചു. ജൂലൈ 2-നാണ് 2024 സീറോ ആക്സിഡന്റ് പുരസ്കാരത്തിന് കൊണ്ടോട്ടി ഇലക്ട്രിക്കൽ ഡിവിഷൻ തെരഞ്ഞെടുക്കുന്നത്. അതേ ഡിവിഷനിൽ കീഴിലാണ് ഇന്നലെ അധികൃതരുടെ അനാസ്ഥ മൂലം നീറാട് സ്വദേശി മുഹമ്മദ് ഷാ ഷോക്കേറ്റ് മരിക്കുന്നത്. വൈദ്യുതി കമ്പി പൊട്ടിവീണ വിവരം അധികൃതരെ അറിയിച്ചിട്ടും വൈദ്യുതി ഓഫാക്കാൻ പോലും തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തലേന്ന് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അന്ന് രാവിലെയും കെഎസ്ഇബിക്ക് വിളിച്ചിട്ടുണ്ട്. കെഎസ്ഇബിന്റെ ഭാഗത്തുള്ള ഒരു അനാസ്ഥ മാത്രമാണ് ഇതിന് കാരണം. കൃത്യസമയത്ത് ഓരോ ലൈനൊന്ന് ഓഫാക്കി പോയാൽ മതിയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കുളം കെഎസ്ഇബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിച്ചതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സമരം കഴിഞ്ഞതിനു ശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കൊണ്ടോട്ടി എംഎൽഎ ടി.വി. ഇബ്രാഹിം പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ കുടുംബത്തിന് ഇനി ഏകൊരു ആശ്വാസം മന്ത്രി പറഞ്ഞിട്ടുള്ള 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് മന്ത്രി പറഞ്ഞത് ആ ഡിപ്പാർട്ട്മെന്റ് അത് വാക്ക് പാലിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം സംഭവത്തെ ന്യായീകരിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി രംഗത്ത് വന്നു. ജനങ്ങൾ വിളിച്ചാൽ ഉദ്യോഗസ്ഥർ വരുമെന്നും മറ്റു ജോലികൾ ചെയ്യുന്നതിനാലാകാം ഉദ്യോഗസ്ഥർ വരാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൃത്യമായി ആർക്കാ വീഴ്ച സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ വീഴ്ച സംഭവിച്ചു പറഞ്ഞ് ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ റിപ്പോർട്ടിൽ എന്താണോ ആർക്ക് വീഴ്ച പറ്റിയ അതിനെതിരായ നടപടി ഉണ്ടാവും. മുഹമ്മദ് ഷായുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് കെഎസ്ഇബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കുറ്റക്കാർക്കെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് യൂത്ത് ലീഗ്. അനുരൂപിച്ചുകൊടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.